ഏതാ യോസേ ഈ ഫോർ രജിസ്ട്രേഷൻ വണ്ടി? കുഞ്ഞുകുട്ടിയാ. ആ സംഗതി നേരെ തന്നെയാണാ. കുട്ടിരാമൻ പുലർച്ചെ വീട്ടിലെത്തി വിവരം പറഞ്ഞത് വിശ്വസിച്ചിട്ടാ ഞാൻ നിങ്ങൾ ചങ്ങാതിമാരെ വിളിച്ചു പറഞ്ഞത്. ചുമ്മാ ഊളത്തരം പറയാന്നേ. എന്തേ അപ്പൊ വന്നില്ലേ? അവനിപ്പോ പറയണു കാണാനില്ലെന്ന്. കാണാനില്ലേ? എന്തായി പോയി? അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വെച്ചായിരുന്നു. എന്നതാണോ പക മുഴുവൻ അരിച്ചു പൊറുക്കുക. സഹദേവനും പാലിശ്ശേരിയും കൂടി തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ കരിപ്പൂരിന്ന് മദിരാശിക്ക് പോകേണ്ടതാ. അപ്പളാ ശ്രീധരേട്ടന്റെ വിളി. എനിക്കാണെങ്കിൽ കൊച്ചിയിൽ ഫിലിം ചേംബറിന്റെ മീറ്റിംഗ് ഉള്ളതാ. സംഭവം അയാളുടെ ബാഗും പെട്ടിയൊക്കെ അകത്തുണ്ട്. ഇത് വെളുപ്പിന് എഴുന്നേറ്റ് എങ്ങോട്ടോ പോയതാ. പിന്നല്ലാതെ നിങ്ങളൊക്കെ കൂടി എനിക്ക് വട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? അത് ലോകത്തുള്ള ഒരു വട്ടനും സമ്മതിക്കില്ല. കോയമ്പത്തൂർന്ന് ഓട്ടോ പിടിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാ ഒരു സംശയം. അങ്ങനെ പറഞ്ഞ ആളിനാ വട്ട്, അല്ലാതെ കണ്ടത് പറഞ്ഞ എനിക്കല്ല. വിജയകാന്തിന്റെ ഓട്ടോ ആയിരുന്നു. വിജയകാന്താ നമ്മുടെ തമിഴ്? ആ പിന്നെ ഒന്ന് പോടോ. ഫ്ലൈറ്റ് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാ. ഓട്ടോറിക്ഷ വിജയകാന്തിന്റെ. നിങ്ങളെല്ലാം കൂടെ എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഇത് ആ വിജയകാന്തല്ല, വേറൊരു കാന്ത. കണ്ടാൽ ഏതാണ്ട് ആ വിജയകാന്തിനെ പോലെ ഇരിക്കില്ല. ആ അത് പറ. മറ്റാളെ നമ്മുടെ പാർട്ടിയാ. വാനത്തെ പോലെ പ്രതിഭയിൽ 60 ദിവസം തികച്ചാ കളിച്ചത്. ഷീൽഡ് ഓഫീസിലുണ്ട്. വരുന്നു. ആര്? അവൻ വീണ്ടും വരുന്നു. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. എന്താണിത്? മിഡിൽ ഈസ്റ്റിലെ ടോക്കിയോയിലെ ആംസ്റ്റർഡാമിലെ ഒരു തറവാടിന്റെ മുറ്റം പോലെ ഫോറിൻ കാഴ്ചന്റെ പെരളി. എന്റെ ഗീവർഗീസ് പുണ്യമാള, എന്റെ ചങ്ങാതിമാർക്ക് നീ സുഭിക്ഷതയും സമൃദ്ധിയും നൽകുന്നു. നിനക്ക് സ്തോത്രം. സത്യം, 6 വർഷത്തെ വിടവ്. അതിൽ1 വർഷം വിയൂർ ജയിലിലെ സുഖചികിത്സ. ബാക്കി 5 വർഷം ദേശത്തും വിദേശത്തും വേഷം കെട്ടിയും കെട്ടാതെയും ആടിയ കുമ്മാട്ടിക്കളിയുടെ രാപ്പകലുകളിൽ ഞാൻ മറന്നിട്ടില്ല ആരെയും. ഇന്ന് മാത്രമല്ല, ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ക്ലോദ്. ആര്? ക്ലോദ് എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് പെൺകുട്ടിയുടെ മടിയിൽ കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താടാ നായന്റെ മോനെ നീ കിടന്ന് കരയണ? നിന്റെ ആരെങ്കിലും ചത്തുപോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടി വെട്കപ്പെൽഡി മോളെ, എനിക്ക് സങ്കടം ഉണ്ടടിന്ന്. ജോസേട്ടന്റെ കൂടെ കുന്നംകുളം പള്ളിയിലെ പിണ്ടിപ്പെരുന്നാളിന് പോവാനും പാലിശ്ശേരിയുടെ കൂടെ ചെനക്കത്തൂര് പൂരം കാണാൻ പോവാനും ശ്രീധരേട്ടന്റെ പ്രതിഭാ ടാക്കീസിന്റെ ബെഞ്ചിൽ കിടന്ന് പൊന്നാപുരം കോട്ട കാണാനും കഴിയാത്തന്റെ സങ്കടം ഉണ്ടടിന്ന്. കുഞ്ഞുട്ടിയുടെ 3ാമത്തെ കെട്ടിയുള്ള റംലയാണ് സത്യം. റംല എന്നല്ല പേര്. അതുയർഞ്ഞ. അത് മാത്രമല്ല, താൻ ഇടയ്ക്കിടെ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നത് ഒരു മുഹബത്തിന്റെ ആവശ്യാനുസരണമാണെന്ന് കൂടി എനിക്കറിയാം. ഞാൻ ഇന്റർനെറ്റിൽ വായിച്ചതാണ്. ചായ ഞാനെണ്ണോ അതോ താങ്കൾ പ്രിപ്പയർ ചെയ്യും? പെരിന്തൽമണ്ണയ്ക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? കസിൻസ്, ആന്റീസ്? എന്ത് ചോദ്യം! ദൈവം സഹായിച്ച് ഇവിടെ ഞങ്ങൾക്ക് നല്ല വർത്തമാനമുള്ളൂ. നീ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന കാറുകൾ അതിന്റെ ലക്ഷണം. പഴയ കൂട്ടുകാരെ തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല, അവര് സുഖമായിരിക്കുന്നു എന്നറിയുന്നതാണ് പരമമായ സുഖം. സഹദേവൻ ആ കരിങ്കൽ കോറി കൊണ്ട് പിടിച്ചു കയറിയല്ലേ? രക്ഷപ്പെട്ടു ഹരി. ഒരു 50 കൊല്ലത്തേക്ക് പൊട്ടിക്കാനുള്ള കല്ലുണ്ട് കയ്യിൽ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ജോസേട്ടന് ഇപ്പോ വോൾവോ ബസ് 8 എണ്ണ. മദ്രാസ് ബാംഗ്ലൂർ റൂട്ടിൽ നല്ല പറക്കലാ പറക്കണ്. അതൊക്കെ പറയാൻ സമയം എത്ര കിടക്കുന്നു? അല്ല, തന്റെ കാര്യം പറ. താൻ ഇനി ഇവിടെ ഉണ്ടോ? ഞാനുണ്ട് ശ്രീധരേട്ട. എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോ വിസയുടെ കാലാവധി സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ തരില്ലല്ലോ പറഞ്ഞയച്ച മഹാനായ ഇമിഗ്രേഷൻ ഓഫീസർ. ഞാനുണ്ട്, നമ്മളുണ്ട് എന്ന് നമുക്ക് ബോധമുള്ള ഈ നിമിഷം മാത്രമല്ലേ സത്യം. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്. ക്ലോദിന്റെ മടിയിൽ എന്നെ കരയിച്ച എന്റെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ ഓരോന്നോരോന്നായി എനിക്ക് തിരിച്ചു കിട്ടണം. നമുക്ക് ആലക്കി പൊളിച്ച അലറണം എന്റെ ശ്രീധരേട്ട. പക്ഷെ ആദ്യ 5 കൊല്ലമായി എന്റെ തലയിൽ മുഴങ്ങുന്ന മെറ്റാലിക് പടിഞ്ഞാറൻ സംഗീതത്തിന്റെ ഒരു മുരൾച്ചയുണ്ട്. എന്റെ ഉള്ളിൽ അത് പഴുത്ത ലോഹം പോലെ കിടന്ന് പൊള്ളുന്നുണ്ട്. അത് മാറാൻ എന്റെ ഗുരുവിനെ എനിക്ക് കാണണം. എന്നിട്ട് ആ മുഖത്ത് നിന്ന് എനിക്കത് കേൾക്കണം. രാമുനി സന്നിധി സേയവ സുഖമാ നിജമുഖ പൽഗു മനസ
നിധി സകല സുഖമയ രാമ 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 രാമ. അപ്പോ നീ തിരിച്ചെത്തി, നന്നായി. രാമസന്നദ്ധി മതിയെന്ന് തോന്നിയിട്ടുള്ള വരവാണോ അതോ? മനസ്സ് സ്വസ്ഥാവുന്നു ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ അതേ അറിയുള്ളൂ. സ്വസ്ഥമെന്ന അവസ്ഥ മറ്റൊന്നുമല്ല, സത്യം തന്നെയാണ്. സത്യമുള്ളിടത്ത് ഭയമില്ല, കോപതാപങ്ങളില്ല. സംഗീതം കൈവിട്ടോ നീയ? ശുദ്ധ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ശേഷി കൈമോശം വന്നിട്ടില്ല. നല്ലത്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്. അത് പ്രകാരമാണ് ജീവികളുടെ ആഹാരം പോലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സസ്യബുക്കായും മാംസബുക്കായും പ്രകൃതി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് മാറിയാൽ സ്വഭാവം, സത്ത ഒക്കെ നഷ്ടമാകും. നീ ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ശിഷ്യൻ എന്ന പൂർണാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നീയായിരുന്നു. ശരി, തിരികെ ദൊരയുടെ നാട്ടിലേക്ക് പോകും മുമ്പ് ഇനിയും ഈ വഴി വരൂ. നിന്നെ കാണുന്നത് സന്തോഷമാണ്. നന്നായി വരും. Hey Malu, he's coming. Hi, I'm Malavika. Yeah. You can call me Malu. Naveen. കുട്ടൻ. Akash. ഐ എം ശ്രീഹരി. അറിയാം. അതെ, ഒന്ന് നിക്കുക. എന്താ ടീച്ചറെ, നേരത്തെ നേരം പോക്കോ കഴിഞ്ഞോ? നേരം പോക്കല്ല, സംഗീത ക്ലാസ്സാ. ആ അതന്നെയാണ്, ഈ സംഗീതച്ചാ അതൊരു നേരം പോക്കന്നെയല്ലേ. അല്ല, നമ്മുടെ ആള് വന്നൂന്ന് കേട്ടു. അതേതാ തിരുമേനി? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരാള്. ഇയാളുടെ പിന്നിൽ കാലം നടന്നില്ലേ ഒരു വങ്കൻ? ആ ചെറുക്കലത്തെ ജയിലിൽ കിടന്നവൻ സ്വാമിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു. അതെ, പഴങ്കഥകളൊക്കെ പറഞ്ഞ് അടുത്തുകൂടാൻ വന്ന ഒരാട്ടങ്ങ് വെച്ചു കൊടുത്തേക്കു. എന്റെ വേളി ഇങ്ങനെ ഗണപതി കല്യാണം പോലെ നീണ്ടു പോവാ. വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വരട്ടെ. അപ്പൊ അയാൾ കഥ എഴുതുകയാണല്ലേ? നിങ്ങളുടെ കെയറെങ്കിൽ എന്റെ അറിവിൽ അവന് പ്രാഥമിക വിദ്യാഭ്യാസം അല്ല, ഇതിനതിന്റെ ആവശ്യമില്ല. ഈ മാളുവും നവീനും വിശ്വസിച്ച പോലൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഭയങ്കര പുളുമാസ്റ്ററാ പുള്ളി. പുളു മാസ്റ്റർ നിന്റെ കഥ കുട്ടിരാമൻ എഴുതിയാലും ഷേക്സ്പിയർ എഴുതിയാലും അതിൽ നുണകൾ ഉണ്ടാവും. ഇനി എന്റെ കഥ ഞാൻ എഴുതിയാലോ എനിക്ക് എന്റെ കഥ മാത്രമല്ലേ പറയാനാവൂ. മറ്റുള്ളവരുടെ മനസ്സ് എനിക്ക് ഊഹിച്ചെടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് അത് കേട്ടാ മതി, അങ്കിളുടെ വേർഷൻ. അങ്കിൾ നുണ പറയില്ല. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. എങ്ങനെയായിരുന്നു തുടക്കം? ടീച്ചറിനെ എന്നാ ആദ്യം കണ്ടത്? എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു. അറിയാം. അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്. എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഉവ്വ്. പക്ഷേ ആ ലവ് അതെങ്ങനെ തുടങ്ങി? കൗമാരം. മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സായിപ്പ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ് ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം. അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ നവീനാണെന്ന് കരുതൂ. മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ. പണ്ട് ഹിന്ദി സിനിമയില് വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പൊളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു,
എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ ആ അറിവ് ഒളിച്ചു വെച്ചു. അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട കളിത്തോഴി.